അപ്പോൾ നമ്മുടെ രാഹുലിന് ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ നല്ലപോലെ ബോറായി. അങ്ങനെ നമ്മൾ രാഹുലും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്തു. രാഹുൽ വിചാരിച്ചു വീട്ടിലേക്ക് തിരികെ പോകുന്ന വഴിയിൽ രാഹുലിനെ ഒരു കള്ളൻ ഇടിച്ചിട്ടിട്ട് ആ കള്ളൻ അടുത്തുള്ള ഒരു ഹോട്ടലിൻ്റെ അകത്ത് കയറിപ്പോയി. രാഹുൽ അപ്പോൾ തന്നെ ഡിറ്റക്റ്റീവ് അലക്സിനെ വിളിച്ചു. അങ്ങനെ ഡിറ്റക്റ്റീവ് അലക്സ് പെട്ടെന്ന് തന്നെ അവിടെ എത്തിയതിന് ശേഷം കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഡിറ്റക്റ്റീവ് അലക്സ് ആ ഹോട്ടലിൻ്റെ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഇപ്പോൾ ഓടിപ്പോകുന്നത് കണ്ടോ എന്ന്. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, പോകുന്നത് കണ്ടു, പക്ഷെ അയാളുടെ മുഖം വ്യക്തമായില്ല. അങ്ങനെ അലക്സ് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ 3 പേർ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ മെഹുൽ ആ 3 പേരെയും ചോദ്യം ചെയ്തു. ആദ്യത്തെ ആൾ പറഞ്ഞു, ജോലിക്ക് പോയതിന് ശേഷം തിരിച്ച് ബസ്സിൽ വന്നപ്പോൾ എൻ്റെ കയ്യിലിരുന്നൊരു വെയിറ്റുള്ള സൂട്ട് കേസ് ബസ്സിൻ്റെ അകത്ത് വീണുപോയി. അങ്ങനെ ഞാനത് എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഞാൻ വീണു. അങ്ങനെ എൻ്റെ കൈ ഒടിഞ്ഞു. ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും രാഹുലിനെ തള്ളിയിട്ടത്. അങ്ങനെ അലക്സ് രണ്ടാമത്തെ ആളെ ചോദ്യം ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാനായി വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, പുറത്ത് നല്ല ചൂടല്ലേ, അതുകൊണ്ടൊന്ന് AC കൊള്ളാനായി വന്നിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ അലക്സ് മൂന്നാമത്തെ ആളെടുത്ത് ചോദിച്ചു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാനൊരു ട്രിപ്പിന് വന്നതാണ്, ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലക്സിന് മനസ്സിലായി കള്ളൻ ആരാണെന്ന്. നിങ്ങൾ പറയൂ, ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഞാനിവിടെ നിങ്ങൾക്ക് 10 സെക്കൻഡ് സമയം തരാം. വരൂ, ഉത്തരം നോക്കാം. ഒന്നാമത്തെ ആളാണ് കള്ളൻ. ആ കള്ളൻ പറഞ്ഞത് സൂട്ട് കേസ് എടുക്കാൻ പോയപ്പോൾ അയാൾ വീണ് കൈ ഒടിഞ്ഞെന്നാണ് പറഞ്ഞത്. പക്ഷെ കൈ ഒടിഞ്ഞ് അയാൾ എങ്ങനെയാണ് അത്രയും വെയിറ്റുള്ള സൂട്ട് കേസ് എടുത്തത്? പിന്നെ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാളല്ല രാഹുലിനെ തള്ളിയിട്ടെന്നാണ്. പക്ഷെ അലക്സ് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ആളാണ് കള്ളൻ.